കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മല്ലികാ സുകുമാരൻ്റെ സിനിമാ ജീവിതത്തിലെ 50 വർഷങ്ങൾ ആഘോഷിച്ചിരുന്നു. മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും മരുമക്കളായ സുപ്രിയയും പൂർണിമയും മല്ലികയുടെ സിനിമാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ചടങ്ങിൽ വൈകാരികമായ പൃഥ്വിരാജിൻ്റെ പ്രസംഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. പൃഥ്വിരാജിൻ്റെ പ്രസംഗം കേട്ട് കണ്ണു നിറയുന്ന മല്ലികാ സുകുമാരനെയും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. സ്വന്തം കർമ്മ മേഖലയിൽ 50 വർഷം പ്രവർത്തിക്കുക എന്നത് വളരെ ചുരുക്കം ചിലർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഭാഗ്യമാണ്. പ്രത്യേകിച്ചും സിനിമയിൽ 50 വർഷം നിൽക്കുക എന്നത് അത്ഭുതകരമായ കാര്യമാണ്. ഞാനും ചേട്ടനും പിന്നിട്ട 2 ദശാംശം നോക്കുമ്പോൾ മനസ്സിലാകും 50 വർഷം എന്നത് വലിയ കാര്യമാണെന്ന്. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം, ഒരു 1/4 നൂറ്റാണ്ടോളം സിനിമയിൽ നിന്നും അമ്മ വിട്ടുനിന്നിരുന്നു. ഒരു വീട്ടമ്മ മാത്രമായി. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴും വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ എനിക്ക് മാത്രമായിരിക്കും എൻ്റെ അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത്. ഈ 3 സൗഭാഗ്യവും ലഭിച്ച എത്ര മക്കളുണ്ടെന്ന് എനിക്കറിയില്ല. അമ്മയെ അഭിനയിപ്പിക്കുമ്പോഴും വീണ്ടും മോണിറ്ററിൽ അമ്മ അഭിനയിച്ചത് കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്: അമ്മയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റെന്ന്. സത്യത്തിൽ അമ്മയുടെ ടാലൻ്റ് വെച്ച് അമ്മയ്ക്ക് ഇനിയും സിനിമയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു അഭിനേതാവ് എന്ന നിലയിൽ അമ്മയെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷേ അമ്മ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ 41 വർഷങ്ങളായി കാണുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് മറ്റൊരു വണ്ടിയിലാണ്. ഞാനും ചേട്ടനും അച്ഛനൊപ്പം ആംബുലൻസിലായിരുന്നു. അന്ന് ഞാൻ ആലോചിച്ചിരുന്നു, അമ്മ എന്തു ചെയ്യും? ഞാനും ചേട്ടനും ഓക്കെയാണ്. അമ്മ എന്തു ചെയ്തു എന്നതിൻ്റെ ഉത്തരമാണ് ഇന്ദ്രജിത്തും ഇന്ന് ഇവിടെ നിൽക്കുന്ന ഞാനും, പൃഥ്വിരാജ് പറഞ്ഞു.